മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോൾ കള്ള് ചെത്തുന്ന ആളുകൾ നേരിടുന്ന പ്രതിസന്ധി അത് മറ്റൊരു തരത്തിലാണ്. കാരണം കള്ളിൻ്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എല്ലാ തവണയും വേനൽക്കാലം എത്തുമ്പോൾ പൊതുവിൽ കള്ളിൻ്റെ അളവ് കുറയാറുണ്ട്, പക്ഷേ ഇത്തവണ വലിയ കുറവാണ്. സ്വാഭാവികമായും അത് ആ തൊഴിൽ മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ ബുദ്ധിമുട്ട്? കാണാം. കൊടും ചൂട് എല്ലാ തൊഴിൽ മേഖലയും വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഒരു നിവൃത്തിയില്ലാതെയാണ് പലരും ഈ വെയിലത്തൊക്കെ ജോലിക്ക് ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയാണ്. ഇവിടെ നമ്മോടൊപ്പം കള്ള് ചെത്ത് മേഖലയിലുള്ള അനിലേട്ടനാണ് ചേരുന്നത്. അനിലേട്ടൻ ഈ ഒരു വേനൽ ചൂടിലും അദ്ദേഹത്തിൻ്റെ തൊഴിലുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സാധാരണത്തേക്കാൾ ചൂട് കൂടുതലാണല്ലോ ഇത്തവണ വേനലിന്. എങ്ങനെയുണ്ട് ഈ ചെത്തിൻ്റെ സമയത്തുള്ള ബുദ്ധിമുട്ട്? കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഉപരി ഇപ്രാവശ്യം ചൂട് കൂടുതലാണ്. നമുക്ക് കയറാനുള്ളൊരു പ്രയാസമുണ്ട്. കാരണം 11 മണിയാകത്തോട് കൂടുന്നതോടുകൂടി വെയിലിൻ്റെ ചൂട് കൂടി 4 ഡിഗ്രിയാണ്. അപ്പോൾ അത്രയും പ്രയാസമാണ്. പക്ഷെ എന്നാലും നമ്മളെ ജീവിതമാർഗം ഇതായതുകൊണ്ട് ഇതാണല്ലോ നമുക്ക് ഏറ്റവും വരുമാനവും മാർഗവും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കയറാതിരിക്കാൻ പറ്റില്ല. വെളുപ്പിനെ കുറച്ച് നേരത്തെ നമ്മുടെ ഒരു 4 മണിക്ക് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുന്നു. ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കും കത്തിയൊക്കെ തേച്ച് കറക്റ്റ് ഒരു 5:30 മണിക്ക് നമ്മൾ തെങ്ങ് കയറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 6 മണി 6:30 7 മണിക്ക് നമ്മളെ 10 തെങ്ങ് നമുക്ക് ചെത്തി തീർക്കാൻ കഴിയും. സാധാരണ അത് 8 മണിക്ക് ചെത്തുന്നതായിരിക്കും നേരത്തെ ചെത്തുന്നത്. അത് 8 മണിക്കാണ്. ചില ആൾക്കാർ നമ്മുടെ തൊഴിലാളികൾ 7 മണിക്ക് കയറും, ചിലർ 7:30 ആവും, 8 മണിയാവും. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 9 മണി 9:30 ആകുമ്പോഴത്തോ പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് കയറണമെന്നുണ്ടെങ്കിൽ 12 12:30 ആവും. ആ സമയത്ത് ഓവർ ചൂടായിരിക്കും. പക്ഷെ അതിന് ഒരു മാറ്റം വരുത്താൻ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തൊഴിലാളികൾ, പക്ഷെ എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളന്നില്ല. തല്ലിച്ചെത്തി നമ്മൾ ഈ കരി എടുത്ത് തല്ലി ഇതാണല്ലോ കൊല പരിവാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കുമ്പോൾ പണി വരും. പക്ഷെ അത് വീടിൻ്റെ ഉള്ളിൽ നമ്മളൊരു 10 തെങ്ങ് കയറുണ്ടേ. അപ്പോൾ ഒരു വീടിൻ്റെ മേലെ 10 തെങ്ങ് കയറുന്ന വെച്ചാൽ ആ വീട്ടുകാർക്ക് ഒരു ഉറങ്ങുമ്പോൾ ഇതൊരു ഒച്ച ഉണ്ടാവുമല്ലോ, ടിക്ക് ടിക്ക് എന്നുള്ള ഒരു ഒച്ച ഉണ്ടാവും. പക്ഷെ അത് ഒരു പ്രയാസം ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പ്രയാസം ഇല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5:30 മണിക്കൊക്കെ വന്നിട്ട് ഹെഡ്ലൈറ്റ് ഉണ്ട്, നമ്മൾ ഹെഡ്ലൈറ്റും വെച്ചുകൊണ്ട് കയറി കൃത്യമായിട്ടും ഒരു 6 6 7 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ചെത്ത് കഴിയാം. 9:30 മണിക്ക് ഞാൻ ഉച്ചയെത്താൻ കയറും. വേനൽക്കാലത്ത് കിട്ടുന്ന കള്ളിൻ്റെ അളവ് കുറവാണെങ്കിലും സമയക്രമം മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ചൂടിനെ അതിജീവിക്കുന്നത്. ഇനിയും കൂടി കഴിഞ്ഞ പ്രതിസന്ധി കൂടൂല്ലേ? ഇതിന് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതിനെ മറികടക്കാൻ അല്ലെങ്കിൽ തെങ്ങിന് നനവാണ്, നനയ്ക്കാനുള്ള സംവിധാനമാണ്. കണ്ടില്ല ഇവിടെ പാറയാണ്. എത്ര കുറവ് ഒരു സാധനം വേനൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10 തെങ്ങ് കയറുകയാണെങ്കിൽ 15 8 അങ്ങനെയൊക്കെ പോവും. അപ്പോൾ വല്ലാതെ കുറയും. 10 ലിറ്ററിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ തൊഴിലാളിക്ക് വളരെ നഷ്ടം സംഭവിക്കും. ഈ സമയക്രമം അല്പം മാറ്റിയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിൻ്റെ രീതി മാറ്റിയൊക്കെയാണ് ഈ കൊടും ചൂടിനെ ഈ തൊഴിൽ മേഖലയിലുള്ളവർ അതിജീവിക്കുന്നത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അതാണ് വ്യത്യസ്ത തൊഴിൽ മേഖലകളെ എങ്ങനെയാണ് ഈ കാലാവസ്ഥ മാറ്റം സ്വാധീനിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ വ്യക്തമാക്കിയത്. ഇനിയുമുണ്ട് കാഴ്ചകൾ. പല മേഖലകളിലെയും പലതരത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഒപ്പം കൂടുതൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. നമുക്കതൊക്കെ പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തകളിലേക്ക് മടങ്ങി.